ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൈക്കോപ്പതിക് പാർട്ട്ണറായിട്ടുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ചില ആളുകൾ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ആദ്യത്തെ കാലത്ത് തീർത്തും ആകർഷകമായും ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അവർക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്നെല്ലാം നമുക്ക് തോന്നും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടും എല്ലാം നമ്മൾക്ക് തോന്നും. സത്യസന്ധമായിട്ട് എല്ലാം ചെയ്യുന്ന രീതിയിൽ നമ്മളെ തോന്നിപ്പിക്കുന്നു. ആദ്യത്തെ ആ ഒരു ആവേശം മങ്ങിക്കഴിയുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. തണുത്ത പ്രതികരണങ്ങൾ, കരുതിക്കൂട്ടിയുള്ള നുണകൾ, യഥാർത്ഥ സഹാനുഭൂതിയുടെ അഭാവം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഇത് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഒരിക്കൽ ഇത്രയധികം ശ്രദ്ധാലുവായി തോന്നിയ അല്ലെങ്കിൽ അത്രയധികം കെയറിംഗ് ആയി തോന്നിയ ഒരാൾ പെട്ടെന്ന് വൈകാരികമായിട്ട് ഇമോഷണലി ഇങ്ങനെയാകാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അകൽച്ച വരാനായിട്ട് എന്തായിരിക്കും കാരണം, അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു അവർക്കിത് എന്നെല്ലാം നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകാം. എല്ലാ പങ്കാളികളും ഇത്തരത്തിലെല്ലാം കാണിച്ചാലും അവർക്കെല്ലാം ഇത്തരത്തിലൊരു സൈക്കോപ്പതിക് ക്യാരക്ടറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ചില പാറ്റേണുകൾ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്രിമത്വം സ്ഥിരമായി അനുഭവപ്പെടുമ്പോൾ, നിങ്ങളുടെ വികാരങ്ങൾ നിരന്തരം തള്ളിക്കളയപ്പെടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മനോരോഗിയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലായ്പ്പോഴും അതിങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നില്ല. അവ പലപ്പോഴും നിശബ്ദമായി ആകർഷണീയതയിലോ സൂക്ഷ്മമായ നിയന്ത്രണത്തിലോ പൊതിഞ്ഞ് അറിയാതെ വഴുതി വീഴുന്നവയായിരിക്കും. അത് വേദനിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ടും നമുക്ക് തോന്നിയേക്കാം. ശരിക്കും എന്താണ് ഒരു മനോരോഗ പങ്കാളി? ഒരു മനോരോഗിയായ പങ്കാളി എപ്പോഴും ആളുകൾ സങ്കല്പിക്കുന്നത് പോലെ നിർവികാരനും ഹൃദയശൂന്യനുമായ വില്ലനല്ല. ചിലപ്പോൾ അവർ ആകർഷകരും തമാശക്കാരും ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നവരുമെല്ലാമാണ്. എന്നാൽ ആ ഉപരിതലത്തിനിടയിൽ എന്തോ ഒരു അഭാവം അനുഭവപ്പെടുന്നുണ്ടാവും. യഥാർത്ഥ സഹാനുഭൂതി, വൈകാരികമായിട്ടുള്ള ഒരു ആഴം, യഥാർത്ഥത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു കഴിവ്, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുടെ ഒരു അഭാവം നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവർ വാത്സല്യം അനുകരിച്ചേക്കാം, ശരിയായ കാര്യങ്ങൾ പറഞ്ഞേക്കാം, അവർക്ക് അനുയോജ്യമാകുമ്പോൾ പോലും അവർ കരഞ്ഞേക്കാം. പക്ഷെ അത് പലപ്പോഴും പ്രകടനാത്മകമായിട്ട് തോന്നാം, ഏതാണ്ട് ഒരു മുഖം മൂടി ധരിച്ചിരിക്കുന്നത് പോലെ. നിങ്ങളുടെ തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഓരോ തർക്കത്തിന് ശേഷവും നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ ചെയ്തേക്കാം. ഇത് വെറും ഒരു ബുദ്ധിമുട്ടുള്ള പെരുമാറ്റമല്ല, വൈകാരികമായ അകൽച്ചയുടെയും അതുപോലെ തന്നെ ഒരു കൃത്രിമത്വത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഒരു മാതൃകയാണ്. ശരിക്കും ഒരു പാർട്ട്ണർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളെ തന്നെ സ്വന്തം യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ ഇടവരുത്തും. ഇനി ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില സ്വഭാവ സവിശേഷതകൾ പെട്ടെന്ന് പ്രകടമാക്കില്ല. അവ പതുക്കെ നിശബ്ദമായിട്ട് ഒരു ബന്ധത്തിലെ പശ്ചാത്തല ശബ്ദങ്ങൾ പോലെയാണ് വികസിച്ച് വരിക. ആദ്യം കാര്യങ്ങൾ ആവേശകരമായോ പൂർണ്ണതയുള്ളതായോ എല്ലാം തോന്നിയേക്കാം. എന്നാൽ പിന്നീട് അതിൽ ആശയക്കുഴപ്പം ഉടലെടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഫസ്റ്റ് പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ ചാം അല്ലെങ്കിൽ ആകർഷകത്വം കൂടുതലുള്ള വ്യക്തികളായിട്ട് നമുക്ക് തോന്നാം. ഒറ്റ നോട്ടത്തിൽ അവർ അവിശ്വസനീയമാം വിധം ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ള ആളുകളായിട്ട് നമുക്ക് തോന്നാം. തമാശക്കാരും ശ്രദ്ധയുള്ളവരും ആത്മവിശ്വാസമുള്ളവരും അത്തരത്തിലെല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനുഭവപ്പെടും. മാനസിക രോഗികളായ പങ്കാളികൾക്ക് പലപ്പോഴും എന്താണ് പറയേണ്ടതെന്നും എങ്ങനെ പറയണമെന്നും കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് ഒരു ബന്ധത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ അവർ നിങ്ങളുടെ മൂല്യങ്ങളെയും സ്വപ്നങ്ങളെയും നിങ്ങളുടെ നർമ്മബോധത്തെയും പോലും പ്രതിഫലിപ്പിച്ചേക്കാം. പക്ഷെ ആ ആകർഷണീയത പലപ്പോഴും പൊള്ളയാണ്. അത് ഉപയോഗിക്കുന്നത് വിശ്വാസം നേടാനാണ്, ഒരു യഥാർത്ഥ ബന്ധം കെട്ടിപ്പടുക്കാനല്ല. കാലക്രമേണ ഊഷ്മളതയെല്ലാം മങ്ങുന്നു. പിന്നീട് അവശേഷിക്കുന്നത് തീർത്തും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അത് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കാലക്രമേണ അവരുടെ ആ ആകർഷണീയത എത്രത്തോളം സ്ഥിരതയുള്ളതാണെന്ന് ശ്രദ്ധിക്കുക. അവരങ്ങനെ തന്നെ തുടരുന്നുണ്ടോ, അതെയോ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അവർക്ക് താല്പര്യമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടാതെ വരുമ്പോൾ അവർ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ടോ? ആരും കാണാത്തപ്പോൾ അവർ മറ്റുള്ളവരോട് അനുകമ്പയും അതുപോലെ തന്നെ സഹാനുഭൂതിയും എല്ലാം കാണിക്കുന്നുണ്ടോ? അതെയോ മറ്റുള്ളവർ കാണാൻ വേണ്ടി മാത്രമാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അഭിനന്ദനങ്ങളോ വാത്സല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കൃത്രിമമായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ ആശ്രയിച്ച് മാത്രമാണോ അവർ ചെയ്യുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. ഒരു ഉപകരണമായി ഉപയോഗിക്കുന്ന ആകർഷണീയത പരിചരണത്തിൽ നിന്ന് ശരിക്കും അവരങ്ങനെ ഒരു ആകർഷകത്വം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അത് ഒരു പരിധിവരെയാണ് അവർക്കതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം.
സഹാനുഭൂതി അവർക്ക് കുറവായിരിക്കും. എമ്പതി വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും ഒരു മനോരോഗിയുടെ ഏറ്റവും നിർണായകമായ സ്വഭാവങ്ങളിൽ ഒന്നാണ് ആഴത്തിലും സ്ഥിരവുമായിട്ടുള്ള സഹാനുഭൂതിയുടെ അഭാവം. അങ്ങനെയൊരു സഹാനുഭൂതി അവർക്ക് ആരോടും ഉണ്ടാവുകയില്ല. അവർ മറ്റുള്ളവരുടെ വേദനകൾ കേട്ടിരുന്നേക്കാം, പക്ഷേ അവർക്കത് അനുഭവപ്പെടണമെന്നില്ല. കുറഞ്ഞത് അർത്ഥവത്തായ രീതിയിൽ പോലും ആയിരിക്കില്ല അവരത് എടുക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ പോലും അവർക്ക് വെറും ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള ഒരു തമാശയായിട്ടോ മാറിയേക്കാം. അവരുടെ പങ്കാളി വേദനിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്നതിന് പകരം അവർ അതിൽ നിന്നും അലോസരപ്പെട്ട് പിൻവാങ്ങിയേക്കാം. കാലക്രമേണ ഇത് വൈകാരിക അടുപ്പം കുറച്ച് അത് അസാധ്യമാക്കി തീർക്കും. ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു കഷ്ടത്തിലായിരിക്കുമ്പോൾ ഇവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവരെ ആശ്വസിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ അവരെ തള്ളിക്കളയുകയാണോ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ വേദനിപ്പിച്ച ശേഷം വിരസമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രകോപിതനായിട്ടോ പെരുമാറുകയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ എടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാം. അവർ മനസ്സിലാക്കിയോ അലോസരപ്പെടുത്തിയോ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സഹാനുഭൂതി അധികകാലം വ്യാജമായിട്ട് ആർക്കും കാണിക്കാൻ കഴിയുകയില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പാത്തോളജിക്കൽ ലൈയിങ്. ഒരു മനോരോഗിയായ പങ്കാളി അവരുടെ പങ്കാളിയുമായിട്ട് നുണ പറയുന്നത് ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒന്നല്ല. അവ ഒരു ശീലമാണ്. ഈ നുണകൾ ചെറുതും ഇടയ്ക്കിടെയുള്ളതും അല്ലെങ്കിൽ വലുതും ആഴത്തിലുമുള്ളതായിരിക്കാം. ഏറ്റവും മോശം, പിടിക്കപ്പെട്ടാലും അവർ പലപ്പോഴും ആത്മവിശ്വാസത്തോടെ ആ കള്ളം ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അവരെ നേരിടുന്നത് കൂടുതൽ നുണകളിലേക്കും വഴിതെറ്റലിലേക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. സത്യം എപ്പോഴും കയ്യെത്തും ദൂരെയാണെന്ന് നമുക്ക് പോലും തോന്നിപ്പോകും. ഇത്തരത്തിൽ നുണ പറയുന്നത് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അർത്ഥശൂന്യമായതോ മാറ്റം വരുന്നതോ ആയ കഥകൾ അവർ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വ്യക്തതയ്ക്കായിട്ട് ശാന്തമായി ചോദിച്ച് ഉത്തരം സ്ഥിരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതും വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തപ്പോൾ അവരെന്തെങ്കിലും രീതിയിലുള്ള പ്രതിരോധം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പലപ്പോഴും ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഉറപ്പില്ലെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ഓർമ്മശക്തിയുടെ പരാജയമല്ല. അവർ മാറ്റി മാറ്റി പറയുന്നുണ്ട്. കള്ളം പറയുന്ന ഒരാൾക്ക് തീർത്തും അത് എപ്പോഴും ഒരേപോലെ തന്നെ കണ്ടിന്യൂസ് ആയി പറയാൻ സാധിക്കുകയില്ല. സോ ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയുടെ കുഴപ്പമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. കൃത്രിമമായിട്ടുള്ള ഒരു സ്വഭാവം, മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. ഒരു മനോരോഗ പങ്കാളിയുടെ ഏറ്റവും ദോഷകരമായ സ്വഭാവങ്ങളിൽ ഒന്നാണ് കൃത്രിമത്വം. അത് കുറ്റബോധം തോന്നൽ, വാക്കുകൾ വളച്ചൊടിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പല രൂപത്തിലും വരാം. ചിലപ്പോൾ അത് വളരെ സൂക്ഷ്മമായിരിക്കും. നിങ്ങൾ അമിതമായി പ്രതികരിക്കുകയാണോ എന്ന് നിങ്ങളെപ്പോലും സംശയിപ്പിക്കാൻ മാത്രം സൂക്ഷ്മമായിട്ടായിരിക്കും. മറ്റു ചിലപ്പോൾ ഇത് വളരെ ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുമായിരിക്കും. ഏത് വിധേനയും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അത് നിങ്ങളിലേക്ക് അവർ എത്തിക്കും. അത് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറ്റബോധം തോന്നുന്ന ചില പാറ്റേണുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വയം ചോദിക്കുക. ഈ ചോദ്യം നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും വിഷമം വരുത്താറുണ്ടോ? അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ചെയ്തതാണോ തെറ്റ്? ഇല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അതിരുകൾ എത്ര തവണ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര തവണ അവഗണിക്കപ്പെടുന്നു, നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ നിരന്തരം നിങ്ങളെ ക്ഷമ ചോദിക്കുവാനും കാല് പിടിക്കുവാനുമായിട്ടും ഒരു വ്യക്തിയും അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പോയിന്റിൽ നിങ്ങളെ എത്തിക്കുകയില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ഇവർക്ക് പശ്ചാത്താപത്തിൻ്റെ അഭാവമുണ്ടായിരിക്കും. അതായത് ഒരു മനോരോഗിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിനുള്ള ഒരു പ്രധാന ഉത്തരം അവർ കുറ്റബോധം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. അവർ ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പോൾ അവർ അപൂർവമായിട്ട് മാത്രമേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സോറി പറയുകയുള്ളൂ. അവർ ക്ഷമിക്കണം എന്ന് പറഞ്ഞേക്കാം, പക്ഷെ അവരുടെ പ്രവൃത്തികൾ ഒരിക്കലും അവർ മാറ്റുന്നില്ല. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥനായതിന് നിങ്ങളെ കുറ്റബോധം തോന്നിപ്പിക്കുകയോ ചെയ്തേക്കാം.
ഇത്തരത്തിൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയാലും നിങ്ങൾ തന്നെ സ്വയം അതിൽ നിന്നും കയറി വരണം എന്നുള്ള ഒരു രീതി അവർ സ്വയം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിന് ശേഷം അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. അവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ, അവർ ക്ഷമ പറയുന്നുണ്ടോ, അതെയോ അവർ അതിൽ നിന്നും പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ആയി പോവുകയാണോ, യാതൊന്നും സംഭവിക്കാത്ത വിധത്തിൽ അവർ ബിഹേവ് ചെയ്യുകയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ ക്ഷമ പറയുകയാണെങ്കിലും പിന്നീട് അവർ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ഒരാൾ കുറ്റബോധമുണ്ടായി പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതൊരു മാറ്റത്തിലേക്ക് നയിക്കും. പൊള്ളയായിട്ടുള്ള ക്ഷമാപണങ്ങളൊന്നും അങ്ങനെയല്ല. അർത്ഥശൂന്യമായിട്ട് ഒരാൾ ക്ഷമിക്കണം എന്ന വാക്കുകൾ ഉപയോഗിച്ച ശേഷം അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ആ പെരുമാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ രീതികളെല്ലാം നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തും ഇവർ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളത്. ഇനി നമ്പർ 6 നോക്കാം. ആവേശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. മനോരോഗികളായ പങ്കാളികൾ പലപ്പോഴും അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് പെരുമാറുന്നത്. അവർ സാമ്പത്തികമായിട്ട് അപകട സാധ്യതകൾ ഏറ്റെടുക്കുകയോ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയോ മറ്റുള്ളവരെ അത് എങ്ങനെ ബാധിക്കുമെന്ന് ഒന്നും ചിന്തിക്കാതെ പരിഗണിക്കാതെ അശ്രദ്ധമായി പെരുമാറുകയോ ചെയ്തേക്കാം. ഈ ആവേശം ആദ്യമെല്ലാം ആവേശകരമായിട്ട് തോന്നിയേക്കാം. എന്നാൽ കാലക്രമേണ അത് സമ്മർദ്ദകരവും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രവചിക്കാനാവാത്തതുമായിട്ട് തീരും. അവരൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതും നിങ്ങളത് നിരന്തരം സോൾവ് ചെയ്യുന്നതുമായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. ഇത് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കുകയാണെങ്കിൽ മുന്നറിയിപ്പില്ലാതെ എടുക്കുന്ന വലിയ വലിയ തീരുമാനങ്ങളുടെ ഒരു മാതൃക നിങ്ങൾ നിരീക്ഷിക്കുക. ജോലി ഉപേക്ഷിക്കൽ, അമിത ചെലവുകൾ, പെട്ടെന്നുള്ള എന്തെങ്കിലും ചെലവുകൾ. അവരിത്തരത്തിലെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും പറയാതെ എടുത്തുചാടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സുരക്ഷിതമില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രധാനമാണ്. ദീർഘകാല പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അത് അറിഞ്ഞിരിക്കണം. അവ താല്പര്യമില്ലാത്തതോ അവഗണിക്കുന്നതോ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കൂടുതൽ ആഴത്തിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇനി നമ്പർ 7, ആഴമില്ലാത്ത വികാരങ്ങളായിരിക്കും ഇവർക്ക്. മനോരോഗികളായ പങ്കാളികൾക്ക് പ്രണയത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ കുറ്റബോധത്തെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും അത് ആവർത്തിച്ച് കേൾക്കുന്നതായിട്ടും തോന്നും. അവരുടെ വൈകാരിക പ്രകടനങ്ങൾ ഒന്നിനോടും ഒന്നും പൊരുത്തപ്പെടാത്ത രീതിയിലോ അല്ലെങ്കിൽ ആ സാഹചര്യവുമായി വിചിത്രമായിട്ട് പൊരുത്തപ്പെടുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നാം. തെറ്റായ സമയങ്ങളിൽ അവർ ചിരിച്ചേക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ വൈകാരിക ആഴമില്ലാത്ത സമയങ്ങളിൽ അവർ ചിലപ്പോൾ കരഞ്ഞേക്കാം. ഇത്തരം പൊള്ളയായിട്ടുള്ളതും ഭീകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നാം. പ്രത്യേകിച്ചും നിങ്ങൾ യഥാർത്ഥ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അത് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അടുപ്പമുള്ളതോ ആയ നിമിഷങ്ങളിൽ അവർ വൈകാരികമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ ഗുരുതരമാകുമ്പോൾ അവർ വൈകാരികമായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ലാതെ ആവുന്നുണ്ടോ അതോ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അവരുടെ പ്രതികരണങ്ങൾ അതിലൊരു നിഷ്ക്രിയത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥ ബന്ധത്തിൽ ദുർബലതയും ഉൾപ്പെടുന്നുണ്ട്. അത് എല്ലായ്പ്പോഴും നഷ്ടപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ സങ്കല്പമല്ല, അത് അവർ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് നിങ്ങൾക്ക് ഫീൽ ആകുന്നത് തന്നെയാണ്. ഇനി നമ്പർ 8, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ മഹത്തായിട്ടുള്ള ഒരു ആത്മബോധം എപ്പോഴും തോന്നും. മനോരോഗികളായ പല വ്യക്തികളും ഒരു ശ്രേഷ്ഠത പുലർത്തുന്നു എന്ന് വേണം പറയാൻ. അതായത് അവർ തന്നെ ഒരു വളരെ മികച്ചതായിട്ട് കാണുന്നു. അവർ മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരും മികച്ചവരും അതുപോലെ തന്നെ അർഹരുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത് വെറും ആത്മവിശ്വാസമല്ല, അതൊരു അഹങ്കാരമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവർ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചേക്കാം, വ്യത്യസ്ത അഭിപ്രായങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞേക്കാം, അല്ലെങ്കിൽ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ടേക്കാം. ഈ മാനസികാവസ്ഥ നിയന്ത്രണം, അവകാശം, ക്രൂരത എന്നിവയിലേക്കെല്ലാം നയിച്ചേക്കാം. ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ പ്രാധാന്യം കുറഞ്ഞവർ എന്ന് അവർ കരുതുന്ന ആളുകളോട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കരുതുന്ന സഹപ്രവർത്തകരോട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ പോലും ആരെങ്കിലും ആകാം, അങ്ങനെയുള്ള ആളുകളോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളെ പ്രതിരോധത്തിലോ അല്ലെങ്കിൽ താഴ്ത്തുകയോ ചെയ്യുന്ന രീതിയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ സ്വയം വിലയിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു കാര്യമാണോ അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. യഥാർത്ഥ അഭിമാനം മറ്റുള്ളവരുടെ മേൽ ചവിട്ടുക എന്നല്ല അർത്ഥമാക്കുന്നത്.
അവരുടെ അരികിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ പോലും പലപ്പോഴും നിങ്ങളെ ചെറുതാക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് വൺ നോക്കാം. 9ാമത്തെ പോയിന്റ്, വിട്ടുമാറാത്ത വിരസത അല്ലെങ്കിൽ ഒരു ആവേശമില്ലായ്മ. കാര്യങ്ങൾ ശാന്തമാകുമ്പോൾ മനോരോഗികളായ പങ്കാളികൾക്ക് പലപ്പോഴും അസ്വസ്ഥതയോ വിരസതയോ അനുഭവപ്പെടാറുണ്ട്. എന്തെങ്കിലും അനുഭവിക്കാൻ വേണ്ടി അവർ ഒരു സംഘർഷം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു വഞ്ചന കൊണ്ടുവരികയോ പുതിയതായിട്ടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു പിന്തുടരുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. സമാധാനവും സ്ഥിരതയും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവർ ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊരു നാടകീയതയും അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംഘർഷവും നിയന്ത്രണവും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു ബന്ധത്തെ കാര്യമായി തന്നെ ബാധിക്കും. ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കുകയാണെങ്കിൽ ശാന്തമായ നിമിഷങ്ങളിൽ പെട്ടെന്ന് തന്നെ വേറിട്ടൊരു രീതി കൊണ്ടുവരിക. വാദപ്രതിവാദങ്ങൾ ആരംഭിക്കുകയോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ അപകടകരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ കുഴപ്പങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. കാരണമില്ലാതെ എല്ലാം അസ്ഥിരമായി തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. അത് തത്സമയം പുറത്തു വരുന്ന ഒരു മനോരോഗിയുടെ ആഴമേറിയ സ്വഭാവങ്ങളിൽ ഒന്നായിരിക്കണം. സൈക്കോളജി പറയുന്നതനുസരിച്ച് ഒരു മനോരോഗിയായിട്ടുള്ള പാർട്ട്ണറുടെ സ്വഭാവ സവിശേഷതകളിൽ വരുന്ന 9 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒരു ബന്ധത്തിൽ ഈ സ്വഭാവ സവിശേഷതകൾ അപകടകരമാക്കുന്നത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അനാരോഗ്യമായ സ്വഭാവ സവിശേഷതകൾ ഒരു ബന്ധത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വളരെ അപൂർവമായിട്ട് തന്നെയായിരിക്കും. അവ നിശബ്ദ ഘട്ടങ്ങളിലായിരിക്കും വികസിച്ചു വരുന്നതും. ആദ്യം സ്നേഹമോ ഉത്കണ്ഠയോ പോലെ തോന്നുന്നത് പതുക്കെ പതുക്കെ നിയന്ത്രണമോ കുറ്റബോധമോ എല്ലാമായി മാറും. അത് ദോഷകരമായി തോന്നുമ്പോഴേക്കും അതിൻ്റെ പേര് പറയാൻ പ്രയാസമായിരിക്കും. ഈ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? അവയെ ഇത്ര അപകടകരമാക്കുന്നത് എന്താണ്? ശരിക്കും കരുതലുള്ളതായിട്ട് തോന്നുന്ന ചെറിയ ചെറിയ അഭിപ്രായങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. നീ പുറത്തു പോകുമ്പോൾ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ മധുരമായിട്ട് തോന്നും. പക്ഷെ കാലക്രമേണ അതിനൊരു സമ്മർദ്ദം വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഘട്ടം അടുപ്പം പോലെ തന്നെ തോന്നുമെങ്കിലും കുറ്റബോധത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണത്തിനുള്ള സ്വരം നിശബ്ദമായിട്ട് അവിടെ സജീവമാവുകയാണ്. സൂക്ഷ്മമായിട്ടുള്ള വൈകാരിക സമ്മർദ്ദത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. കുറ്റബോധം സ്നേഹമായിട്ട് രൂപപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം. പ്രണയപരമായ ഒരു ആശങ്കയായി തള്ളിക്കളയാൻ ഇത് എളുപ്പമാണ്. പലപ്പോഴും കൃത്രിമത്വത്തിലേക്കുള്ള ഒരാദ്യ പടി എന്ന് വേണം ഇതിനെ പറയാൻ. പിന്നീട് അങ്ങോട്ട് ആ സന്തുലിതാവസ്ഥ മാറാൻ തുടങ്ങുകയാണ്. ബാധിക്കപ്പെടുന്ന പങ്കാളി സ്വയം സംശയാലുവാകാൻ തുടങ്ങും. ദൈനംദിന തിരഞ്ഞെടുപ്പുകളിൽ ദൈനംദിന ജീവിതത്തിൽ ഓരോ രീതിയിലുള്ള കുറ്റബോധം അവർക്ക് പ്രത്യക്ഷപ്പെടും. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുക, വിയോജിപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്പേസ് ആവശ്യപ്പെടുക, മുഖം ചുളിക്കുക, നിശബ്ദത, ഇതുപോലെയുള്ള വൈകാരിക പ്രതികരണങ്ങൾ കടന്നു വരുന്നത് കൂടുതൽ അപകടകരമാക്കുന്നു. സ്വാതന്ത്ര്യം തെറ്റായിട്ട് തോന്നാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണിത്. കുറ്റബോധം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ശിക്ഷയായിട്ട് ഉപയോഗിക്കുന്ന നിശബ്ദത അല്ലെങ്കിൽ അത്തരത്തിലൊരു ബിഹേവിയർ എപ്പോഴും തുടർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും ഇത്തരം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഇത്തരം ആളുകളുടെ പങ്കാളികൾ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ വഴങ്ങുകയോ ചെയ്തുകൊണ്ട് സംഘർഷം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അതിരുകൾ എല്ലാം നിരസിച്ചാലും കുറ്റബോധം കൂടുതൽ ആഴത്തിൽ കൊണ്ടു തന്നാലും ബന്ധത്തിന്റെ താളത്തെ അത് ബാധിക്കുമെന്നറിഞ്ഞ് അവർ സ്വയം നിയന്ത്രിക്കും. ബാധിക്കപ്പെട്ട പങ്കാളി സ്വന്തം ആവശ്യങ്ങളെയാണ് സംശയിക്കാൻ തുടങ്ങുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഭയവും കുറ്റബോധവും എല്ലാം തീരുമാനമെടുക്കുന്നതിനെ നിയന്ത്രിക്കും. അതിർത്തികൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകും. ബാധിച്ച പങ്കാളി സ്വയം നിശബ്ദത പാലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈകാരികമായിട്ടുള്ള ഈ ദ്രോഹം സ്വയം കുറ്റപ്പെടുത്തലിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാർട്ട്ണറിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പങ്കാളി നോർമലായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം സാധ്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു സാധ്യത മാത്രമാണ്. എന്നാൽ ഒരു മനോരോഗിയായ പങ്കാളിയുടെ കാര്യത്തിൽ അത് വളരെ അപൂർവമായി മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ശരിക്കും ഈ ബന്ധങ്ങൾ ഒരു വൈകാരികമായിട്ടുള്ള വടംവലിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. കാര്യങ്ങൾ മയപ്പെടുമ്പോൾ
അതേ വേദനാജനകമായ രീതികൾ വീണ്ടും കടന്നു വരും. ഒരു മനോരോഗിയായ പങ്കാളി കുറച്ചു കാലത്തേക്ക് മാറ്റം വാഗ്ദാനം ചെയ്തേക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായി പ്രവർത്തിച്ചേക്കാം. എന്നാൽ നിലനിൽക്കുന്ന മാറ്റത്തിന് ആഴത്തിലുള്ള ഉൾക്കാഴ്ച, സന്നദ്ധത, സഹായം എന്നിവയെല്ലാം ആവശ്യമാണ്. ഇത്തരം ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പലപ്പോഴും കാണാതെ പോകുന്ന കാര്യങ്ങളുമാണിത്. ശരിക്കും അവയെ സുഖപ്പെടുത്തുകയോ പരിഹരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയല്ല. ചിലപ്പോൾ ഏറ്റവും ആരോഗ്യകരമായ മാറ്റം നിങ്ങൾ സ്വയം വരുത്തുന്ന മാറ്റമാണ്. സമാധാനവും സ്ഥലവും തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ നിരന്തരം കീഴടക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയോ ചെയ്യുക. മനോരോഗിയായ ഒരാളെ സ്നേഹിക്കുന്നത് ആശയക്കുഴപ്പം, ഒറ്റപ്പെടൽ, ക്ഷീണം എന്നിവയെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പ്രതീക്ഷയുടെയും ആഴത്തിലുള്ള ആത്മസംശയത്തിൻ്റെയും നിമിഷങ്ങൾക്കിടയിൽ നിങ്ങൾ ആടി ഉലഞ്ഞേക്കാം. അവരുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ നിരന്തരം ശ്രമിച്ചേക്കാം. അതേസമയം നിശബ്ദമായി നിങ്ങളുടെ സ്വന്തം ആത്മബോധം ഇഷ്ടപ്പെടുകയും അതിലേക്കും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞേക്കാം. ആരെങ്കിലും നിങ്ങളെ ഒരുപാടായിട്ട് അധികാരം കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിരുകൾ കൽപ്പിച്ചു തരികയോ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ അവഗണിക്കുമ്പോഴോ കുറ്റബോധത്തെ അധികാരത്തിലേക്ക് മാറ്റുമ്പോഴോ എല്ലാം അവിടെ തുടരുക എന്നതിനർത്ഥം സ്വയം കൂടുതൽ നഷ്ടപ്പെടുക എന്നതാണ്. പിന്മാറുക എന്നത് ഉപേക്ഷിക്കുക എന്നതല്ല. അതുപോലെ തന്നെ വ്യക്തത, സുരക്ഷ, വീണ്ടും സ്വതന്ത്രമായിട്ട് ശ്വസിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എന്നതാണ്.